വന്യജീവി ആക്രമണങ്ങളാൽ കൊല്ലപ്പെടുന്ന മനുഷ്യരുടെ എണ്ണം എത്രയാണ്? കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ദീപിക ദിനപത്രം ഫ്രണ്ട് പേജിൽ തന്നെ ഈ കൊല്ലപ്പെട്ടവരുടെ ചിത്രങ്ങൾ സഹിതം പ്രസിദ്ധീകരിച്ചിരുന്നു. 100 കണക്കിന് ആൾക്കാരാണ് വന്യജീവി ആക്രമണങ്ങളാൽ കൊല്ലപ്പെട്ട. പക്ഷേ ഗവൺമെന്റുകൾ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. മനുഷ്യജീവന് പുല്ലുവില കൽപ്പിക്കുന്ന നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുകയാണ്. അപരിഷ്കൃതമായ രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന പോലത്തെ നിയമങ്ങളാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. നമ്മൾ പരിഷ്കാരത്തിലേക്കാണ്, നമ്മൾ വികസിതമാണ് എന്നൊക്കെ നമ്മൾ പറയുകയും അപരിഷ്കൃതവും പിന്നാക്കവുമായിട്ടുള്ള രാജ്യങ്ങളിലെ നിയമത്തിൻ്റെതുപോലെ നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ നിൽക്കുകയാണ്. നമ്മൾ വനനശീകരണത്തിൻ്റെ എതിരായിട്ട് അല്ലെങ്കിൽ വന്യജീവികളെ സംരക്ഷിക്കാനുള്ള നിയമങ്ങളൊക്കെ നമ്മളിവിടെ നടപ്പിലാക്കുന്നു. ഇതെല്ലാം മിക്കവാറും യൂറോപ്പിൽ നിന്ന് അല്ലെങ്കിൽ പാശ്ചാത്യ നാടുകളിൽ നിന്നൊക്കെ കടം വാങ്ങിയതാണ്. പക്ഷെ അവിടെ ഒന്നുമില്ലാത്ത പ്രതിഭാസം ഇവിടെ നിൽക്കുകയാണ്. അവിടെ നമ്മളിത് കടം വാങ്ങുന്നു, പക്ഷേ അത് നടപ്പിലാക്കുന്ന പ്രായോഗികത നമുക്കിവിടെ ഇല്ല. നമ്മളതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ്. അവിടെ മനുഷ്യജീവന് വിലയുണ്ട്. വന്യമൃഗങ്ങളൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ പെരുകിയാൽ അവയെ കൊന്നു നിയന്ത്രിക്കും. അവിടെ ഓസ്ട്രേലിയയിൽ നിന്ന് അടുത്തിടയ്ക്ക് ഒരാൾ വന്ന് അദ്ദേഹം പറയുന്നത് കേട്ടതാണ്. ഓസ്ട്രേലിയയുടെ ദേശീയ മൃഗമാണ് കങ്കാരു. പക്ഷേ കങ്കാരു പെരുകിയാൽ ഓസ്ട്രേലിയയിലെ ചന്തയിൽ ഈ കങ്കാരുവിൻ്റെ ഇറച്ചി വിൽക്കാൻ കിട്ടും. അതുപോലെ മറ്റ് യൂറോപ്യൻ നാടുകളിലൊക്കെ നിയന്ത്രിതമായ രീതിയിൽ എണ്ണം പെരുകിയാൽ വേട്ടയ്ക്ക് നായാട്ടിന് അവസരമുണ്ട്. നമ്മുടെ പ്രമുഖനായ ഒരു പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിലാണെന്ന് തോന്നുന്നു, ഒരു തവണ ഒരു പ്രമുഖ പത്രത്തിൽ അങ്ങനെ ലേഖനം തന്നെ എഴുതി, വന്യജീവികൾ പെരുകിയാൽ കൊന്നു നിയന്ത്രിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ എത്രയോ മനുഷ്യര് എത്രയെല്ലാം തരത്തിലുള്ള ഉപാധികളുണ്ട്. ഈ മനുഷ്യജീവന് പ്രശ്നമുണ്ടാക്കാത്ത രീതിയിൽ വന്യജീവികളെ സംരക്ഷിക്കാനുള്ള ഉപാധികളുണ്ട്. അതൊന്നും ചെയ്യുന്നില്ല. അതിനുവേണ്ടി യാതൊന്നും ചെയ്യാതെ മനുഷ്യര് വീണ്ടും വീണ്ടും കൊല്ലപ്പെടുകയാണ്. നമുക്ക് ഈ വനമേഖലയുടെ ചുറ്റും ഫെൻസിങ്ങുകള്, കിടങ്ങുകള്, ഇതൊക്കെ വിദേശ രാജ്യങ്ങളിൽ ചെയ്യുന്നതാണ്. മനുഷ്യവാസ മേഖലയിലേക്ക് വന്യമൃഗം കടന്ന് കയറാതിരിക്കാൻ. ഈ അടുത്തിടയ്ക്ക് ഒരു പ്രമുഖനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞതുപോലെ അങ്ങനത്തെ നിയമങ്ങൾ കൊണ്ടുവരണം. അതായത് ഈ വനം സംരക്ഷിക്കാനും വന്യമൃഗങ്ങളെ സംരക്ഷിക്കാനുമുള്ള വനപാലകര് അവരുടെ അതിൽ നിന്ന് വന്യമൃഗങ്ങൾ മനുഷ്യവാസ മേഖലയിലേക്ക് വരുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ അവരാണ്. അതുകൊണ്ട് അവർക്കെതിരെ നടപടിയെടുക്കണം. ആ മേഖലയിലുള്ളവരെ പിരിച്ചുവിടണം വേണമെങ്കിൽ. അദ്ദേഹം പറയുന്നത് കേട്ടു. എന്നിട്ട് അദ്ദേഹം പറയാണ്, വന്യമൃഗങ്ങളെ സംരക്ഷിക്കാൻ അവരിരിക്കട്ടെ, മനുഷ്യരെ സംരക്ഷിക്കാൻ വേണ്ടി പോലീസിന് അതിന് ഉത്തരവാദിത്വം ഏർപ്പെടുത്തണം. ആ അതിർത്തികളിലുള്ള മനുഷ്യരെയും സംരക്ഷിക്കാൻ വനപാലകരെ ഏൽപ്പിക്കരുത്. അവർ വനം സംരക്ഷിക്കട്ടെ. ഒരു ആന ഇറങ്ങി വന്നാൽ ഉടനെ പോലീസിനെ വിളിക്കണം. ആ തരത്തിൽ വന്യജീവികൾ മനുഷ്യവാസ മേഖലയിൽ ഇറങ്ങിയാൽ അവയെ നിയന്ത്രിക്കാനും അല്ലെങ്കിൽ വേണ്ടി വന്നാൽ അവയെ വെടിവെക്കാനുള്ള അനുവാദം ഈ കർഷകർക്ക് കൊടുക്കും. കാരണം അവരുടെ സ്ഥലത്തിലേക്ക് വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഏർപ്പെടുത്തണം. ഇനി ചിലയിടത്ത് മറ്റൊരു കാരണം, ചിലയിടത്ത് കാണുന്നത് നമ്മൾ ഈ പറയുന്ന ഈ വനവാസികളായിട്ടുള്ള മനുഷ്യര്, ഗിരിവർഗക്കാരിലൊക്കെ ചിലരൊക്കെ ഈ അരിക്കൊമ്പനാണെന്ന് തോന്നുന്നു, ഒരു തവണ അതിനെ മറ്റു സ്ഥലത്തിലേക്ക് വിട്ട സമയത്ത് അതിനെതിരെ പ്രതിഷേധമായിട്ട് വരുന്നുണ്ട് ചില ജനങ്ങൾ. അതായത് ഈ അരിക്കൊമ്പനെ തിരിച്ചു കൊണ്ടുവരും. അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളെയും അതിനെതിരെയുള്ള അവയർനെസ്സും കൊടുക്കണം. അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളും ചിലയിടത്തുണ്ട്. അതിനെതിരെ അവയർനെസ് നമ്മുടെ കോടതികളൊക്കെ പണ്ട് ഇതിലൊക്കെ ഇടപെട്ടിരുന്നു. കോടതികളിൽ പോലും ജഡ്ജിമാർ പോലും ഇപ്പൊ ഈ കാര്യങ്ങളിൽ ഇടപെടുന്നില്ല. മനുഷ്യജീവൻ ഹനിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുമ്പോൾ അവരും മൃഗങ്ങളുടെ പക്ഷം നിൽക്കുന്നതായിട്ട് കാണുന്നു. എത്രയോ എന്താണ് പറയുന്ന അപരിഷ്കൃതം, എത്രയോ തരത്തിൽ മനുഷ്യവിരുദ്ധമായിട്ടുള്ള നിയമങ്ങളാണ്. ഇതിനെതിരെ അടിയന്തിരമായിട്ടുള്ള നിയമങ്ങൾ, അതിന് ജനപ്രതിനിധികൾ ഒന്നിച്ചു നിൽക്കുകയും കോടതികളും മറ്റേതെങ്കിലും തരത്തിൽ സ്വാധീനിക്കപ്പെടുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന രീതിയിലാണ്. ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ. Subscribe now and press the bell icon. Never miss an update.